അരിയാഹാരം കുറയ്ക്കുന്നത് നല്ലതായോടൊപ്പം തന്നെ മലയാളി കുറേ കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയി എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതായത് എൻ്റെ സ്വന്തം അനുഭവത്തിലാണെങ്കിലും ഞാൻ മറ്റുള്ളവരെ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. വ്യായാമം ചെയ്യുന്ന ആളുടെ എണ്ണം പ്രത്യേകിച്ചും ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം കൂടിയിട്ടുണ്ട്. നമ്മുടെ നെയ്ബർഹുഡിലൊക്കെ നോക്കി തന്നെ അറിയാം, കൂടുതൽ പേർ ജിംനേഷ്യത്തിൽ പോകുന്നു, കൂടുതൽ പേർ നടക്കാൻ പോകുന്നു. അപ്പോൾ കുറേ കൂടി ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം കൂടിയാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഭക്ഷണശീലങ്ങളെ കൂടി മാറ്റിയിട്ടുണ്ട്. കുറേ കൂടി ഹെൽത്തിയായ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നതോടൊപ്പം തന്നെ അത്തരം ആഹാരങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് മലയാളി ബോധവാനാണ്. ഈ മലയാളിയുടെ ശീലം എന്ന് അമൃത പറഞ്ഞ കാര്യം, അത് ശീലമായിട്ടൊരു 50 വർഷം പോലും ആയിട്ടില്ല. അതായത് മലയാളി 3 നേരം അരിയാഹാരം കഴിച്ചു തുടങ്ങിയിട്ട് 50 വർഷമൊക്കെ ആവുന്നുള്ളൂ, ഒരു അരനൂറ്റാണ്ട്. അതിനു മുമ്പുള്ള മലയാളിക്ക്, അതുകൊണ്ടാണല്ലോ ഒന്നാം EMS സർക്കാരിൻ്റെ അടുത്ത് അരി കുംഭകോണം ഉണ്ടായത്. അതായത് അരി എന്ന് പറയുന്നത് വളരെ അപൂർവ വസ്തുവാവുകയും അത് ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതും എലീറ്റ് ക്ലാസ് മാത്രമാണ് 1-2 നേരമൊക്കെ അരിയാഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശന്മാർ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ, അതായത് 70കൾക്ക് മുമ്പുള്ള ആളുകൾ 1 നേരമാണ് അരിയാഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അതും കഞ്ഞിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ബഹുഭൂരിഭാഗവും ചക്കയോ കപ്പയോ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അരി എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ പരമ്പരാഗത ആഹാരമോ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡേ അല്ല. അത് പിന്നീട് നമ്മൾ ശീലിച്ചൊരു കാര്യമാണ്. അത് ശീലിക്കേണ്ടി വന്നതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഭൂപരിഷ്കരണം നടപ്പായി. മുമ്പ് വയലുകൾ ഒരു ഭൂജന്മിയുടെ കയ്യിൽ വലിയ ഏക്കർ കണക്കിന് വയലുകളുണ്ടായിരുന്നിടത്ത് 50 സെൻറ്റ്, 1 ഏക്കർ, 20 സെൻറ്റൊക്കെ വയലുകളായി മാറി. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ഈ ഭൂപരിഷ്കരണം വന്നാൽ കൃഷി നശിക്കുമെന്നായിരുന്നു അന്നത്തെ പ്രചാരണം. ഭൂപരിഷ്കരണം നടപ്പാക്കാൻ പാടില്ല. ഭൂപരിഷ്കരണത്തിനെതിരെയുള്ള വാദത്തിൻ്റെ കാരണം ഇതെല്ലാം തുണ്ടായി പോകും, കൃഷി ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ കേരളത്തിൻ്റെ ഉദാഹരണം തെളിയിച്ചത് മറ്റൊന്നാണ്. തുണ്ടുവൽക്കരണത്തിലൂടെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്തത്, കുറയുകയല്ല ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉൽപ്പാദനം കൂടിയതുകൊണ്ടാണ് കേരളത്തിൽ നെൽകൃഷി വ്യാപകമായതും അങ്ങനെ മലയാളി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനൊരു തിരിച്ചടി ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ 80കളിൽ ഈ ഗൾഫ് കുടിയേറ്റം വ്യാപകമായതോടുകൂടി, ഗൾഫ് കുടിയേറ്റം വ്യാപകമാകാൻ കാരണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഭൂപരിഷ്കരണത്തിൽ യഥാർത്ഥത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുടെ കയ്യിലേക്ക് ഭൂമി കിട്ടിയിട്ടില്ല. മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി കിട്ടിയില്ല. അതേസമയം വരമ്പത്ത് നിന്ന് കൂലി കൊടുത്തവനാണ് ഭൂമി കിട്ടിയത്. ആ വരമ്പത്ത് നിന്ന് കൂലി കൊടുത്തുകൊണ്ടിരുന്നവരുടെ പിന്തലമുറക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടി, ഭൂമി കിട്ടിയോട് വിദ്യാഭ്യാസം കിട്ടി. അവർ പിന്നെ കൃഷി ചെയ്യാൻ പോകല്ല ചെയ്ത്, അവർ മറുനാട്ടിലേക്ക് ചേക്കേറി. അങ്ങനെ ആ മൈഗ്രേഷൻ, ആ ഗൾഫിലേക്കായാലും ബോംബെ, കൽക്കട്ട അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൈഗ്രേഷൻ കേരളത്തിൽ കൃഷി ചെയ്യാൻ ആളില്ലാതാക്കി. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അരിക്ക് വേണ്ടി പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അരനൂറ്റാണ്ട് കാലത്തിനുള്ളിൽ നമ്മൾ അരിക്ക് അഡിക്റ്റായി എന്നുള്ളതാണ് സത്യം. നമ്മൾ മാത്രമല്ല, തമിഴ്നാടും കേരളവുമാണ് ഏറ്റവും കൂടുതൽ അരിയാഹാരം കഴിക്കുന്ന ആളുകളുള്ളത്. ഈ 2 സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർ, ഷുഗർ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ളവരും അവരാണ്. അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസിൻ്റെ വർധന നമ്മൾ കുറേ കൂടി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൺസേൺ ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് അരി ഒരു വില്ലനാണ് എന്ന് തോന്നലിലാണ് ഇപ്പോൾ ആളുകൾ അരി വിട്ട് ഓട്സോ അല്ലെങ്കിൽ മില്ലറ്റ്സോ അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങളിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഈ വന്ന പഠനം കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളെങ്കിലും അരി ഉപയോഗം പകുതിയായി കുറഞ്ഞു. അത് അരി ഡീലർമാർ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ വിൽപ്പന 50% കുറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നതിന് മറ്റു കാര്യം, അരിയാഹാരം കുറയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഷുഗർ പേഷ്യൻസ് കൂടുതലൊരു സംസ്ഥാനം എന്നുള്ളതിൽ അത് കുറയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന് പകരമായി നമ്മൾ കുറേ കൂടി ആരോഗ്യദായകമായ ഭക്ഷണത്തിലേക്ക് തിരിയുന്നതിന് പകരം നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കും അതുപോലെ പ്രോസസ്ഡ് ഫുഡിലേക്കും മാറുന്നു എന്നുള്ളതാണ്. പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളിയുടെ ഒരു മാസത്തെ ഭക്ഷണത്തിനുള്ള ചെലവ് ഏതൊക്കെ കാര്യങ്ങളിലാണ് വരുന്നത് എന്ന് നോക്കിയാൽ അരിയിൽ ഇപ്പോൾ കുറവാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പണം പോകുന്നത് പ്രോസസ്ഡ് ഫുഡിലും ബിവറേജിലുമാണ്. ബിവറേജിൽ മദ്യം കൂടി ഉൾപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ പറയുന്ന പാനീയങ്ങൾ അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, അതിലാണ് നമ്മൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഹോട്ടൽ ഭക്ഷണം കൂടുതലായി കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അതിലെ പല കാര്യങ്ങളെ പറ്റിയും, പ്രത്യേകിച്ചും ഇപ്പോൾ പലതരത്തിലുള്ള ഫുഡിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി, ആരോഗ്യ ഇമ്പാക്റ്റിനെ പറ്റിയുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അരിയാഹാരം കുറയ്ക്കുന്നത് നല്ലതായോടൊപ്പം തന്നെ മലയാളി കുറേ കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയി എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതായത് എൻ്റെ സ്വന്തം അനുഭവത്തിലാണെങ്കിലും ഞാൻ മറ്റുള്ളവരെ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. വ്യായാമം ചെയ്യുന്ന ആളുടെ എണ്ണം പ്രത്യേകിച്ചും ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം കൂടിയിട്ടുണ്ട്. നമ്മുടെ നെയ്ബർഹുഡിലൊക്കെ നോക്കി തന്നെ അറിയാം, കൂടുതൽ പേർ ജിംനേഷ്യത്തിൽ പോകുന്നു, കൂടുതൽ പേർ നടക്കാൻ പോകുന്നു. അപ്പോൾ കുറേ കൂടി ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം കൂടിയാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഭക്ഷണശീലങ്ങളെ കൂടി മാറ്റിയിട്ടുണ്ട്. കുറേ കൂടി ഹെൽത്തിയായ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നതോടൊപ്പം തന്നെ അത്തരം ആഹാരങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് മലയാളി ബോധവാനാണ്.
നമ്മൾ 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അത്രയല്ല. ഇപ്പോൾ ആളുകൾ ഇൻഫോംഡ് ആണ്. എന്തൊക്കെ ഭക്ഷണം പ്രശ്നമാണ്, അതിൽ പലതും കോൺസ്പിറസി തിയറികളും ഉണ്ട്, വേറെ കാര്യം. എങ്കിൽ പോലും ആളുകൾ ഇന്ന ഫുഡ് പ്രശ്നമാണ്, ഇന്ന ഫുഡുകൾക്ക് ഇന്ന ഇമ്പാക്റ്റ് ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഇൻഫോംഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അരനൂറ്റാണ്ടായിട്ടുള്ള ശീലമായ അരിയാഹാരത്തിൽ നിന്ന് മലയാളി പിന്തിരിയുന്നത് ഒരർത്ഥത്തിൽ ആരോഗ്യപരമായി നോക്കുമ്പോൾ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.